നമസ്കാരം. കാരണമില്ലാതെ ഇന്ത്യയെ ഉപദ്രവിക്കുന്ന പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളുടെ ചങ്കെടുപ്പ് ഇനിയും കൂടും. ഇന്ത്യയെ കാരണമില്ലാതെ തൊട്ടാൽ തൊട്ട രാജ്യത്തെ ചുട്ടഴിക്കും. വ്യോമസേനയുടെ വ്യോമാക്രമണ ശേഷി വർദ്ധിപ്പിക്കാനായി 1500 കോടി രൂപയുടെ പദ്ധതി പ്രതിരോധ മന്ത്രാലയത്തിനു കീഴിൽ ഒരുങ്ങുന്നു എന്ന റിപ്പോർട്ടാണ് പുറത്തുവരുന്നത്. ഇന്ത്യയുടെ ഈ തീരുമാനം കേട്ട പാകിസ്ഥാനികളുടെ ഇപ്പോഴത്തെ അവസ്ഥ ഏതാണ്ട് കിളിപോയ രീതിയിലാണ്. അതിന് വ്യക്തമായ ഒരു കാരണമുണ്ട്. പഹൽഗാം ആക്രമണ സമയത്ത് ഇന്ത്യയുടെ തിരിച്ചടിയായ ഓപ്പറേഷൻ സിന്ദൂർ താങ്ങാൻ കഴിയാതായതോടെയാണ് പെരും നുണകൾ പാക്കികൾ പടച്ചുവിട്ടത്. ഓപ്പറേഷൻ സിന്ദൂറിനുടെ റഫാൽ പൈലറ്റിനെ വെടിവെച്ച് വീഴ്ത്തി പിടികൂടി എന്നായിരുന്നു പാക്കികൾ വെച്ചുകാച്ചിയത്. എന്നാൽ ഈ പൈലറ്റിനൊപ്പമാണ് കഴിഞ്ഞ ദിവസം അംബാല വ്യോമസേന താവളത്തിൽ രാഷ്ട്രപതി ഫോട്ടോ എടുത്തത്. ഇന്ത്യയുടെ ഏറ്റവും പ്രഹരശേഷിയുള്ള റഫാൽ ഫൈറ്റർ ജെറ്റ് പറത്തുന്ന ആദ്യത്തെ വനിതാ പൈലറ്റാണ് ശിവാംഗി. ഓപ്പറേഷൻ സിന്ദൂറിലൂടെ പാകിസ്ഥാനിലെ തീവ്രവാദി താവളങ്ങളിൽ റഫാൽ വിമാനം ഉപയോഗിച്ച് വ്യോമാക്രമണങ്ങൾ നടത്തിയവരിൽ ശിവാംഗി സിംഗും ഉണ്ടായിരുന്നു. ഈ ഓപ്പറേഷന് പിന്നാലെ പാകിസ്ഥാൻ സോഷ്യൽ മീഡിയ വഴി ഇന്ത്യക്ക് റഫാൽ വിമാനം നഷ്ടമായി എന്നും ശിവാംഗി സിംഗിനെ സിയാൽകോട്ടയ്ക്കടുത്ത് വെച്ച് പിടികൂടി എന്നുമുള്ള വ്യാജ പ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ രാഷ്ട്രപതിക്കൊപ്പമുള്ള ചിത്രം പുറത്തെത്തിയതോടെ പാകിസ്ഥാൻകാരുടെ നുണക്കൊട്ടാരം തകർന്നടിഞ്ഞു. റഫാൽ യുദ്ധവിമാനങ്ങൾക്കായി ദീർഘദൂര മിസൈലുകൾ വാങ്ങാൻ ഇന്ത്യ പദ്ധതി ഇട്ടതോടെയാണ് വ്യോമാക്രമണ പരിധി വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. നിലവിൽ 200 കിലോമീറ്റർ ദൂരപരിധിയിൽ യൂറോപ്യൻ ദീർഘദൂര മിസൈലുകൾ തൊടുക്കാൻ സാധിക്കുന്ന ഇന്ത്യൻ വ്യോമസേനയിലെ ഒരേ ഒരു യുദ്ധവിമാനമാണ് റഫേൽ. യൂറോപ്യൻ കമ്പനിയായ MBDA നിർമ്മിച്ച ഈ ദീർഘദൂര മിസൈലുകൾ വാങ്ങുന്നതിനായി 1500 കോടി രൂപയുടെ പദ്ധതി പ്രതിരോധ മന്ത്രാലയത്തിന് കീഴിൽ ഒരുങ്ങുന്നത്. വൈകാതെ ഇത് ഉന്നതതല യോഗത്തിൽ അംഗീകരിച്ചേക്കുമെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നുണ്ട്. 2016 ഫ്രാൻസിൽ നിന്ന് വാങ്ങിയ 36 റഫേൽ യുദ്ധവിമാനങ്ങളുടെ ആദ്യ ബാച്ചിനൊപ്പം ദീർഘദൂര മിസൈലുകളും ഇന്ത്യ ഓർഡർ ചെയ്തിരുന്നു. അടുത്ത വർഷങ്ങളിലായി 26 റഫേൽ വിമാനങ്ങൾ കൂടി ഇന്ത്യയിൽ എത്താനുമുണ്ട്. പഹൽഗാമിലെ ഭീകരാക്രമണത്തിന് പിന്നാലെ ഇന്ത്യ പാക് ഭീകര കേന്ദ്രങ്ങൾക്ക് നേരെ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആക്രമണം നടത്തിയിരുന്നു. ഈ ആക്രമണത്തിൽ നിരവധി ഭീകരരെ ഇല്ലാതാക്കുകയും ഭീകര കേന്ദ്രങ്ങൾ തകർക്കുകയും ചെയ്തിരുന്നു. ഈ ആക്രമണങ്ങളിൽ ഇന്ത്യൻ യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചത് ദീർഘദൂര മിസൈലുകളായിരുന്നു. ഇതിന് പിന്നാലെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും എയർ ടു എയർ, സർഫസ് ടു സർഫസ് ആയുധങ്ങൾ ഉപയോഗിച്ച് തിരിച്ചടിക്കാൻ ശ്രമിച്ചുവെങ്കിലും ദയനീയമായി തന്നെ പരാജയപ്പെട്ടിരുന്നു. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി ചൈനയിൽ നിന്നും പാകിസ്ഥാൻ വൻതോതിൽ ആയുധങ്ങൾ വാങ്ങിക്കൂട്ടുന്നതായാണ് വിവരം. ഇതിന്റെ പശ്ചാത്തലത്തിൽ സൈന്യത്തിന്റെ ശേഷി വർദ്ധിപ്പിച്ച് സജ്ജമാക്കുക കൂടിയാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. ഇസ്രായേലിന്റെ 5 സൈനിക താവളങ്ങളിൽ കനത്ത നാശനഷ്ടം. മോദി വെളിപ്പെടുത്തുന്ന ഇന്ത്യയുടെ വികസനത്തിന്റെ മയക്കുമരുന്ന് വിൽപ്പനയ്ക്കെതിരെ ശക്തമായ നടപടിയെടുത്ത് ഷാർജ പോലീസ്. അമേരിക്കയിലെ സാധാരണ മനുഷ്യരോട് കൂടിയാണ് കോൺഗ്രസിനുള്ളിൽ പങ്കുവയ്ക്കാൻ ഓപ്പറേഷൻ സിന്ദൂറിൽ ഉപയോഗിച്ച